ഞാൻ പോവാണ്. നിങ്ങളിനി വഴക്ക് പറയാനോ നിങ്ങളോട് ഇനി വഴക്ക് കൂടാനോ ഞാൻ ഇല്ല. എല്ലാരും നന്നായിട്ട് പഠിക്കണം, അമ്മേനെ നന്നായിട്ട് നോക്കണം. പിന്നെന്താ, അമ്മയും ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ പറയുന്നത് നന്നായിട്ട് കേൾക്കണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പോവാ. കരയല്ല ഇല്ല, പറയുന്ന കാര്യമൊക്കെ ഓർമ്മിച്ച് നല്ലോണം ചേച്ചിയോടൊക്കെ സന്തോഷത്തോടെ പോട്ടോ. കരഞ്ഞോണ്ടെങ്കിൽ കരയില്ല ചിരിച്ചോട്ടോ ചിരിച്ചോട്ടോ. ഉണ്ണേട്ടാ ചേട്ടാ പോവാ. സന്തോഷത്തോടെ പോട്ടോ. വിഷമിക്കണ്ട, ഞങ്ങൾ ഇട്ട് കഴിയുമ്പോ അങ്ങോട്ട് വരും. വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാരും കൂടില്ലേ. നിന്നെ ഏൽപ്പിച്ചേക്കുവാ, എന്റെ മോളാ. നിന്നെ ഏൽപ്പിച്ചേക്കുവാ. അവക്കൊരു വിഷമം ഉണ്ടാവാതെ, അവളെ കണ്ണ് നിറയാതെ ജീവിതാവസാനം വരെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കണം. വളരെയധികം സന്തോഷമാണ്. കാരണം എൻ്റെ 24 അനിയത്തിമാരി ഒരാളുടെ വിവാഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് വിവാഹം നടക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനം എന്നുപരി ഞങ്ങളുടെ വീടെന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ഇതിലെ ഒരു മോടെ കല്യാണമാണ്. ഇവളെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച പ്രതീക്ഷ എന്ന ചെറുപ്പക്കാരനും അവരുടെ കുടുംബത്തിനോടും അകമഴിഞ്ഞ നന്ദിയും അതുപോലെ രേഖപ്പെടുത്തുന്നു. അതുപോലെ നീ ആലോചന കൊണ്ടുവന്ന നമ്മുടെ രശ്മി ചേച്ചിയാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. രശ്മി ചേച്ചി ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പം നമ്മൾ ഈ ആലോചന വരികയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കുകയും നല്ല റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മളെ എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിയെ എങ്ങനെയാണോ ഇറക്കി വിടുന്നത് അതുപോലെയാണ് ഞങ്ങൾ കതിർമണ്ഡപം ഒരുക്കി സദ്യ, പായസം അടക്കമുള്ള സദ്യ കൊടുത്ത് നമ്മൾ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഇവള് 8 വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒക്കെ 5 പഠിക്കുമ്പോഴാണ് അവള് എൻ്റെ കൂടെ എത്തിയത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മോളായിട്ട് തന്നെ, എൻ്റെ 3ാമത്തെ മോളായിട്ട് തന്നെ കരുതി. അവക്ക് എന്നെ അതേപോലെ ഇഷ്ടമാ, എനിക്ക് അവളെ അതേപോലെ ഇഷ്ടമാ. 24 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും ഒരു പക്വതയുള്ള, നമ്മളോട് സ്നേഹമുള്ള എന്ന് വെച്ചാൽ എല്ലാം അവൾ അറിഞ്ഞും കണ്ടൊരു പക്വതയോടെ ചെയ്യുന്ന ഒരു കുഞ്ഞാ അവള്. അപ്പം അവക്ക് ഒരു ജീവിതം നൽകാനെ കൊണ്ട് ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. രശ്മി ചേച്ചിയാണ് അത് എനിക്ക് കാരണം ഉണ്ടാക്കി തന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ മോളെ കാണുകയും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ പ്രതീഷിനോട് ഇങ്ങനെ പറഞ്ഞത്. പ്രതീഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നതുകൊണ്ട് ആരെങ്കിലും ഒക്കെ കാണുമ്പം ഇങ്ങനെ ഒരു ആലോചന കൂടി മനസ്സിൽ വേണം. പെട്ടെന്ന് തന്നെ ഞാൻ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഉദയഗിരിരാജയോട് സംസാരിക്കുകയും പെട്ടെന്ന് തന്നെ ഓക്കെയാണ്. അത് കഴിഞ്ഞ് മാഡം തന്നെയാണ്, ഡയറക്ടർ തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്തത്. പിന്നെ പയ്യനും പിന്നെ പയ്യന്റെ സുഹൃത്തുക്കളുമായി ഇവിടെ വരികയും കാണുകയും എല്ലാം ചെയ്തു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ആ കത്തിൽ തന്നെ, കത്തടിച്ചപ്പോൾ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഉദയഗിരിരാജയുടെ മകൾന്ന് തന്നെയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇവിടെ വരുമ്പോഴും കുട്ടികളെല്ലാം അമ്മയെന്ന് വിളിക്കുന്ന കാണുമ്പോഴും ഒക്കെ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. എത്ര പൈസ ഉണ്ടെങ്കിലും ഇതിനൊരു മനസ്സാണ് വേണ്ടത്. ഇനി മുന്നോട്ടുള്ള കാലം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോയി ജീവിതാവസാനം വരെ ഒരുമിച്ച് എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി കഴിയാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ആശംസ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ അഭിമാനവും സന്തോഷവും നിറയുന്ന ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി ഉദയഗിരിജ ഒരു കുഞ്ഞിനെ സകല സ്നേഹവും കൊടുത്തു. ഒരമ്മ നൽകേണ്ടതിന്റെ അനേകം ഇരട്ടി സ്നേഹം കൊടുത്തു. അതിനെ വളർത്തിയെടുത്തു സുരക്ഷിതമായ ഒരു കൈകളിലേക്ക് ഏൽപ്പിച്ചു. അവന് മോനെ ഒരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. ഞാൻ ആ മോന്റെ ഇഷ്ടത്തിന് ആ പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു. അതിനൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. പെണ്ണല്ലേ ധനം. അതെ.
പ്രതീക്ഷിനോടൊന്നും പറയാനില്ല, അവൻ നല്ലപോലെ നോക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും പ്രതീഷിന്റെ കയ്യിൽ സന്ധ്യ സുരക്ഷിതയാണ്. വളരെ നന്നായി നോക്കും, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ. സ്വന്തം അധ്വാനത്തിൽ കഷ്ടപ്പെട്ട ഒരാളാണ് പ്രതീഷ്. അപ്പൊ ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. പിന്നെ ഇതിന് കാരണക്കാരനായി ഇത് അറിഞ്ഞപ്പോ തന്നെ സുജിത്ത് ഞങ്ങളുടെ ഒരു കുടുംബാംഗം കൂടിയാണ്. അപ്പൊ സുജിത്തിനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മയോട് സംസാരിക്കണം, മാഡത്തിന്റെ മരുമകനായി ഇവിടെ വന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മാഡത്തിനോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ മാഡത്തിന്റെ കുറച്ച് മുല്ലപ്പൂമ്പൊടി കിടക്കും കല്ലിനും ഉണ്ടാവാൻ സൗരഭ്യം എന്ന് പറയുന്ന പോലെ മാഡത്തിന്റെ കുറെ ഗുണങ്ങൾ പ്രിയപ്പെട്ട സുജിത്തിനും ലഭിച്ചിട്ടുണ്ട്. രണ്ടുപേരും ചേർന്ന് ഈ സ്ഥാപനം, നമ്മൾ അനാഥാലയങ്ങൾ കൂടുതൽ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കാനുള്ള ആ മനസ്സ്, ഇവിടെയുള്ള അമ്മമാര്, പാലിയേറ്റീവിൽ ഉൾപ്പെടുന്ന അമ്മമാരുൾപ്പെടെ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മയോടെ ഈ സ്ഥാപനം നല്ല യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു അവസരം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. രണ്ടുപേർക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഗിരിരാജ മാഡത്തിനും അതുപോലെ സുജിത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ പറഞ്ഞായിരുന്നു, അങ്ങനെ ഇവിടെ കൊണ്ടുവന്നേ കണ്ടപ്പോ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മുതലേ ഞാൻ ഇവിടെ വന്നത്. അന്നു മുതൽ ഇതാണ് എന്റെ വീട്, ഇതാണ് എന്റെ കുടുംബം. എനിക്കിവിടെ ഇല്ലാത്തതായിട്ട് ആരുമില്ല. ഏട്ടന്മാര്, ചേച്ചിമാര്, അമ്മ, അമ്മമാര്, അച്ഛന്മാര്, അനിയത്തിമാര്, അനിയന്. ഇതാണ് എനിക്ക്. വീട്ടിൽ പോയപ്പോഴും എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഇവിടെ ഇന്ന് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇവരുടെ എല്ലാവരും അനുഗ്രഹത്തോടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി. എന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. 2009 സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയുടെ സ്ഥാപനത്തിൽ ഒരു കുട്ടീനെ അമ്മ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. ആ ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അമ്മയുടെ ആ ഏറ്റവും വലിയ ആഗ്രഹം, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഞാൻ കാരണം സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്.